ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ് 2-ലെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കാബൂളിവാല ബൈ രവീന്ദ്രനാഥ് ടാഗോർ. കാബൂളിവാല എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാബൂളിവാല ആൻഡ് ഒരു ചെറിയ പെൺകുട്ടിയുടെയും കഥയാണ്. ആ കുട്ടിയുടെ പേര് മിനി എന്നാണ്. അപ്പോൾ ടാഗോർ ഇവിടെ ഒരു ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ സ്റ്റോറിയിൽ ഹാർട്ട് ബ്രേക്സും കാണിക്കുന്നുണ്ട്. ഈ സ്റ്റോറി ഓൾസോ എക്സ്പ്ലോർ ദി ഹാപ്പിനെസ് ഓഫ് അഫെക്ഷൻ ആൻഡ് പെയിൻ ഓഫ് പാർട്ടി. അപ്പം സ്റ്റോറി ഓഫ് ഇതൊരു കാബൂളിവാല ഒരു പെൺകുട്ടിയുടെയും കഥയാണ്. കാബൂളിവാല എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏർലി 20th സെഞ്ച്വറി കൊൽക്കത്തയിലാണ്. അപ്പോൾ മിനി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിയുടെ നരേറ്ററിൻ്റെ മോളാണ്. റഹ്മാൻ എന്ന് പറയുന്നത് കാബൂളിവാലയാണ്. കാബൂളിവാലയുടെ പേരാണ് റഹ്മാൻ. അപ്പം ഇവരുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ ആദ്യം ഇയാളെ കാണുമ്പം മിനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. ബട്ട് വെരി സൂൺ പിന്നീട് അവർ ഫ്രണ്ട്സ് ആകുന്നുണ്ട്. മിനിയും റഹ്മാനും ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബോണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഏജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും റിലീജിയൻ വേറെ വേറെയാണ്, നാഷണാലിറ്റി വേറെ വേറെയാണ്. ഹീസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ എന്നും കണ്ടാണ് വരുന്നത്. അങ്ങനെ കുറേ ലിമിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ തരണം ചെയ്ത് അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പം എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് പ്യുവർ ലവ് ആൻഡ് ഇന്നസെൻസ് ആണ്. അപ്പം മിനിയും കാബൂളിവാലയുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ടാഗോർ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യുന്നത് തീം ഓഫ് കണക്ഷനാണ്. കാബൂളിവാല മിനിയായിട്ട് ഭയങ്കരമായിട്ട് അടുത്തു. മിനിയുടെ കമ്പനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മോളെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. മിനിയെ കാണുമ്പോഴൊക്കെ സ്വന്തം മോളെ പോലെയാണ് കരുതുന്നത്. പിന്നെ റഹ്മാനും മിനിയുടെ റിലേഷൻഷിപ്പ് ഇപ്പം ഫ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. മിനിയും കാബൂളിവാലയും ഭയങ്കരമായിട്ട് തിക്ക് ഫ്രണ്ട്സ് ആകാണ്. അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ കാണിക്കുന്നത് ട്രൂ ബോണ്ട്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. അവിടെ ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പം ഹാർട്ട് ബ്രേക്കിംഗ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിൽ റഹ്മാൻ ജയിലിലേക്ക് പോകുകയാണ് ഒരു 7 വർഷത്തേക്ക്. അപ്പം മിനി ആക്ച്വലി പിന്നെ കാബൂളിവാലയെ മറന്നു പോവുകയാണ് വളരും തോറും. കാബൂളിവാല പിന്നെ ഈ മിനിയുടെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് ചെല്ലുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പം മിനിയുടെ വീട്ടിലേക്ക് അങ്ങനെ റഹ്മാൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് അവിടെ ഒരു സാഡ് കോഴ്സാണ് ടേക്ക് ചെയ്യുന്നത്. മിനിയുടെ ഫാദർ ഭയങ്കരമായിട്ട് റഹ്മാനെ കാണുമ്പോൾ സിമ്പതി ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ റഹ്മാൻ മിനീനെ അവിടെ വെഡ്ഡിങ് ഡ്രസ്സിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും സ്വന്തം മോളെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ ഓർക്കുകയാണ് തൻ്റെ മോൾ ഇതേപോലെ വലുതായിട്ടുണ്ടാകുന്നു. അപ്പം മിനിയുടെ ഫാദർ കാബൂളിവാലയ്ക്ക് കുറച്ച് മണി കൊടുക്കുന്നുണ്ട് അയാളുടെ നാട്ടിലേക്ക് പോകാൻ, അയാളുടെ മോളെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുമ്പോൾ തീംസ് ഓഫ് കൈൻഡ്നസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് ആണ്. അപ്പം സ്റ്റോറി ഇവിടെ ഒരു എൻഡ് ചെയ്യുന്നത് നോട്ട് ഓഫ് ഹോപ്പ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ്. കാരണം ഒരു ഫാദറിന് തൻ്റെ ലോസ്റ്റ് ചൈൽഡിനെ കാണാൻ പറ്റും വേറൊരു ഫാദർ കൊടുത്ത മണിയിൽ നിന്നും. അപ്പം ഇതാണ് ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് വിൽ ബി ബെസ്റ്റോഡ് അപ്പം മിനി പറഞ്ഞുകൊണ്ടാണ് തീരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഇതൊരു മിനി എന്ന് പറയുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി ഒരു കാബൂളിവാലയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.